ഹായ് ഹലോ, കുറച്ച് നാളായിട്ട് ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം നമുക്കിന്ന് ഒരു മുട്ട വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് ഒട്ടുമിക്ക പേർക്കും അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി കറക്റ്റ് ആ ഒരു മെത്തേഡിൽ കാണിക്കുന്നത്. അപ്പം ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 മുട്ടയാണ് പൊട്ടിച്ച് ഒഴിക്കുന്നത്. അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. ഫ്രിഡ്ജിൽ വെച്ചതാകുമ്പോൾ നമ്മൾ ഈ അടിച്ചെടുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും കേട്ടോ. അപ്പോൾ 3 മുട്ടയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോസ് അവസാനം വരെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ 3 മുട്ട ഞാനിവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പാലുണ്ടല്ലോ, പച്ചപ്പാലാണ്, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിന് മുമ്പ് ഇത്തിരി ഉപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഏലക്ക ഉണ്ടെങ്കിൽ ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കുക, പൊടിച്ചിട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. അതെല്ലാം ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ വനില എസൻസ് ഉണ്ടല്ലോ, അതൊരു 2-3 തുള്ളി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പൂണ് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ച് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് വരുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അതിന് ഈ പാലൊഴിക്കുന്നത് നമ്മൾ ഈ ബ്രെഡ് നന്നായിട്ട് ബ്രെഡ് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണ്. അപ്പോൾ പാല് നമ്മൾ ഇതിൽ ചേർക്കുന്നത് നന്നായിട്ട് സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പാല് മുട്ടയിൽ മാത്രമായിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ പാല് ഇതിൽ ആഡ് ചെയ്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പാല് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റാണ് താല്പര്യമെങ്കിൽ ആ ഒരു നെയ്യ് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഓയിൽ നന്നായിട്ട് അധികം ഓയിൽ ഒഴിച്ചു കൊടുക്കണ്ട, ഒരു മീഡിയം ബ്രെഡൊന്ന് ഷാലോ ഫ്രൈ ചെയ്യൂലേ അതുപോലെ ചെയ്തെടുക്കാനായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ചൂടായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. മുട്ടയും പാലും ഒക്കെ ആണല്ലോ, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. കൂടാതെ അതിൽ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. പഞ്ചസാര പറ്റാത്ത ആൾക്കാരാണെങ്കിൽ പഞ്ചസാര സ്കിപ്പ് ചെയ്യാം കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് പെട്ടെന്ന് എടുക്കണം. അതിൽ ഡിപ്പ് ചെയ്ത് വെക്കാൻ പാടില്ല. പെട്ടെന്ന് എടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ വൈകുന്നേരത്തെ ചായയുടെ കൂടെ ആയാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും നമുക്കിത് നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മിക്കവർക്കും ഇത് അറിയാവുന്നതാണ്. അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അത് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടിപൊളി ടേസ്റ്റാണ്. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും കുറ്റങ്ങളോ തെറ്റുകളോ എന്തെങ്കിലും ഈ വീഡിയോയിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എന്നാൽ മാത്രമേ എനിക്കത് തിരുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ മൊത്തം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇത് നമുക്കൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. ജസ്റ്റ് ഇതൊന്ന് പൊളിച്ച് കാണിച്ചു തരട്ടെ. കണ്ടു, ഭയങ്കര സോഫ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.